ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അർമേനിയയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഇവിടെ തൊഴിൽ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി ഈ രാജ്യത്തിന് വന്നു? എല്ലാത്തിനും കാരണം ഇന്ത്യക്കാർ തന്നെയാണ്. ഇവിടെ ജോലി സാധ്യമാണ് എന്ന് കണ്ടപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും നാട്ടിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ആദ്യം മാന്യമായി കൊണ്ടുവന്നിരുന്നവരെ പിന്നീട് 2, 3, 4 ലക്ഷം വരെ വാങ്ങിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ എത്തിച്ചു. 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വാങ്ങുന്നവരോട് ഇവിടെ നിങ്ങൾക്ക് 80,000 മുതൽ 1,20,000 വരെ ശമ്പളം കിട്ടുമെന്ന്, ഇവിടുത്തെ TRC കിട്ടുമെന്നും അത് കിട്ടിയാൽ ആ TRC വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും തെറ്റിദ്ധരിപ്പിച്ചു. ഈ പരിപാടി ചിലർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഇവിടുത്തെ അർമേനിയയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ്. അർമേനിയയിൽ ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. അതിൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത് യാൻഡെക്സ് ഡെലിവറി, ടാക്സി എന്നിവയാണ്. പിന്നെയുള്ള മേഖലകൾ റെസ്റ്റോറൻറ്റ് ജോലികളാണ്. അതിൽ കിച്ചൺ ഹെൽപ്പർ, ക്ലീനർ, ഡിഷ് വാഷർ തുടങ്ങിയവയാണ് അർമേനിയയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ജോലികൾ. പിന്നെയുള്ളത് ചോക്ലേറ്റ്, വൈൻ അതുപോലെയുള്ള ഫാക്ടറി ജോലികളാണ്. കൂടാതെ ഗ്രീൻ ഹൗസ് വർക്കുകളിൽ ഫ്രൂട്ട്, വെജിറ്റബിൾ തുടങ്ങിയവയുടെ പരിപാലനവും, ഫ്രൂട്ട് പിക്കിങ്, വെജിറ്റബിൾ പിക്കിങ്, പാക്കിങ്, സോർട്ടിങ് തുടങ്ങിയ ജോലികളാണ്. കൂടാതെ ലോണ്ടറി, പലതരം ഫാമുകൾ, അഗ്രികൾച്ചർ വർക്ക്, കൺസ്ട്രക്ഷൻ, വെൽഡർ, കാർപ്പൻറ്റർ, അങ്ങനെ പലതരം വർക്കുകളും ഉണ്ട്. ഇനി ഇതിന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ 50,000 ഡ്രം, അർമേനിയൻ മണി 5,000 ഡ്രം മുതൽ 12,000 ഡ്രം വരെയാണ്. ഇത് നാട്ടിലെ ക്യാഷുമായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 1,200 മുതൽ 3,000 വരെ ഒരു ശരാശരി ജോലിക്കാരന് കിട്ടുന്നത്. അതായത് ഓരോരോ ജോലിക്കും ഡെയിലി കണക്ക് കൂട്ടിയാൽ. പിന്നെ ഇത്തരം ജോലികൾക്ക്, ചില ജോലികൾക്ക് മാത്രം അക്കോമഡേഷൻ ഉണ്ടാകും, മറ്റു ചില ജോലികൾക്ക് അക്കോമഡേഷൻ ഉണ്ടാവില്ല. ഫുഡ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. വർക്കിംഗ് അവേഴ്സിൽ ഫുഡ് കിട്ടുന്ന ജോലികളുണ്ടാവും. അർമേനിയ നോക്കിക്കഴിഞ്ഞാൽ മെച്ചമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിവിങ് കോസ്റ്റാണ്. ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. അതായത് നമ്മുടെ താമസം, ഫുഡ്, ട്രാവൽ, റീചാർജ്, ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൂടെ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർഭാടമൊന്നും ഇല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു 15,000 രൂപയിൽ ഉള്ളിലേ വരത്തുള്ളൂ. അർമേനിയക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവിടേക്ക് വരാൻ വേണ്ടി ചിലവാക്കുക 1 ലക്ഷം മുതൽ 1,20,000 വരെ മാക്സിമം. അതിന് മുകളിൽ ചിലവാക്കി നിങ്ങൾ ഇവിടെ എത്തിയാൽ ഇപ്പോൾ നിലവിൽ അർമേനിയനെ കുറിച്ച് എല്ലാവരും പറയുന്നത് നിങ്ങളും പറയേണ്ടി വരും. 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നിങ്ങൾ മുടക്കി ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ മുടക്കാൻ പറയുന്ന ഏജൻറ്റുമാർ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ശമ്പളം ഒരു 60,000 മുതൽ മേലോട്ടായിരിക്കും. ആ ഒരു ലെവലിൽ ഇവിടെ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നാളെ നിങ്ങളും ഇന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ പറയേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി ടൈം ഉണ്ടാകും. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഏജൻറ്റുമാർ പലതും പറയും എളുപ്പമുള്ള ജോലികളായിരിക്കും, കഷ്ടപ്പാടുകളൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ജോലികൾ നമുക്ക് കഷ്ടമായിട്ട് തോന്നില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർമേനിയക്ക് നമ്മൾ വരുന്നത് വിസിറ്റ് വിസയിലാണ്, ഒരു വിസയിൽ. വർക്ക് പെർമിറ്റ് കിട്ടുന്നത് അപൂർവമാണ്. വർക്ക് പെർമിറ്റ് കിട്ടിയാലും അത് നാട്ടിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങൾ വിസയിൽ തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ വർക്ക് പെർമിറ്റിലോട്ട് മാറുന്നത്. വിസ എന്ന് പറയുന്നത് 21 ദിവസത്തെ